രണ്ടാമത്തെ ലഡുവിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചടുത്ത് നാലാമത്തെ രണ്ടെണ്ണം അത് വേണോ നിങ്ങക്ക് വേണോ അതുപിടി ഇഞ്ചടുത്ത് നാലാമത്തെ രണ്ടെണ്ണം അതില്ലെങ്കിൽ തരാലോ ലഡുവിന് വേണ്ടിയിട്ടുള്ള ലഡുവിന് വേണ്ടിട്ട് ഇന്നലെ 2 സ്ഥലത്ത് 6 ചായന്റെ പൈസ കൊടുത്ത് 2 പമ്പ് ചെയ്ത് 2 കിട്ടി. അങ്ങനെ ലഡു വിതരണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാറിന് ചെറുതായിട്ടൊരു പണി കിട്ടി. കാറ് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതെന്താന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാറിന് പണി കിട്ടിയാൽ അതിൻ്റെ ഇടയിൽ നമ്മളൊരു കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിക്കുടിച്ചു. കരിമ്പ് ജ്യൂസ് പൊതുവേ അങ്ങനെ കുടിക്കാറില്ല. പിന്നെ റയാന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കരിമ്പ് ജ്യൂസ് വാങ്ങി. നമ്മൾ ഗോകുലം മാളിൽ എത്തിയിട്ടുണ്ട്. ചിന്നുവിന് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഗൈസ്. പക്ഷേങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചു. കാരണം 4 മണിക്കൂറൊക്കെ എടുക്കും അതിന്. ചിന്ന ഹെയറിന് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്? ഗോകുലം മാളിലെത്തിയ പിന്നെ ഈ ഒരു സംഭവം നിർബന്ധമാണല്ലോ. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. ആദ്യം എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ സമയം എടുക്കും ചിന്നുണ്ട് ഇത് കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഒരു ഐസ്ക്രീം വാങ്ങാൻ വിചാരിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടോ ബാസ്കിൻ റോബിൻസിലെ ഈ ഒരു കേക്ക് ഐസ്ക്രീം. അങ്ങനെ അത് വാങ്ങി കഴിച്ചു. അപ്പോൾ ചിന്നറിന് വിശക്കുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ ഗോകുലം മാളിൽ തന്നെയുള്ള ടോണിയൻ കേക്ക് പോയി. ആദ്യം നമ്മൾ വേസ് പോകാനായിരുന്നു വിചാരിച്ചത്. അവിടെ വിളിച്ച് ബുക്കൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ നല്ലതാണെന്ന് കേട്ടപ്പം പിന്നെ ഇവിടെ തന്നെ ചെയ്യാൻ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ റയാൻ പോപ്കോണും സ്വീറ്റ് കോണൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്താ കാര്യമായിട്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചിന്നോനെ അവിടെ ആക്കി നമ്മൾ നേരെ മയോപ്പിൽ പോയിട്ട് കുറച്ച് സ്പ്രേയൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ മൂസിക്ക് ജലീലിന് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു വാച്ച് നോക്കാൻ പോയി. പക്ഷെ നമ്മൾ വാങ്ങിയില്ല. അതിൻ്റെ ഇടയിൽ സിത്തും റയാനും ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട തിരിഞ്ഞ് കളിക്കൊടുവിൽ ഞങ്ങൾ പിന്നെയും ചിന്നോനൊന്ന് നോക്കാൻ വന്നു. ഏകദേശം കഴിയാനായിട്ടുണ്ട്, എന്നാലും കഴിഞ്ഞിട്ടില്ല. റയാൻ്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഐസ്ക്രീമിന് കരഞ്ഞപ്പോൾ പിന്നെ വാങ്ങിക്കൊടുത്തു. കുറേ നേരമായില്ല കാത്തു നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചായ കുടിച്ചു. ആദ്യം ചിന്നു വന്നിട്ട് കഴിക്കാൻ വിചാരിച്ചതിനും പിന്നെ ക്ഷമ ഇല്ലാത്തതുകൊണ്ട് കുടിച്ചു. പിന്നെ റയാൻ ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഫൈനലി ചിന്നുവിൻ്റെ ഹെയറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളെ കാണിച്ചിട്ടാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുറേ നേരമല്ലേ ഗോകുലം മാളിൽ. അങ്ങനെ നമ്മൾ നേരെ പോയത് ഫോക്കസ് മാളിലേക്കാണ്. അപ്പോൾ അതാ മോളും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. മോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ നമ്മൾ നേരെ പോയത് പേരഗണിലേക്കാണ്. പേരഗണിലെ ഫിഷ് കറിയും വെള്ളപ്പം കൂടി ട്രൈ ചെയ്യാൻ വിചാരിച്ചു. എൻ്റെ ഇടയിൽ സൂപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. റയാൻ്റെ ഫേവറേറ്റാണ് സൂപ്പ്. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻ കറിയും വെള്ളപ്പമൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ നമ്മൾ നേരെ തിരിച്ച് സിത്തുവിനെ ഹോസ്റ്റലിലാക്കി നമ്മളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോവാണ്.